ഹായ്, ഇന്ന് മൂന്നാറിലേക്കൊരു യാത്ര പോവുകയാണ് കസിൻസിനൊപ്പം. ന്യൂ ഇയർ ആഘോഷിക്കാൻ നമ്മുടെ സ്വന്തം ഫ്രീക്കി മോൺസ്റ്ററിലാണ് യാത്ര പോകുന്നത്. അപ്പോൾ ഓരോരുത്തരും പരിചയപ്പെടുത്താം. ആസ്ഥാന ഗായകൻ മിസ്റ്റർ രമേശ്, ഹായ്, ഗുഡ് മോർണിംഗ്. ഷിനു, ദിവേഷ് ആൻഡ് മിസ്റ്റർ അനൂപ്, ഗിവ് എ ബിഗ് ഹായ്. ഞങ്ങളൊരു അടിപൊളി റൂട്ട് വഴിയാണ് പോകുന്നത്. അതായത് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സുഹൃത്തും കോ പാസഞ്ചറുമായ ഷിനു കൊണ്ടുപോകുന്ന റൂട്ടാണത്. അതായത് കോതമംഗലം എത്തണേക്ക് മുമ്പ് ഒരു ലെഫ്റ്റ് എടുക്കുക, തട്ടേക്കാട്, കുട്ടമ്പുഴ, മാമലക്കണ്ടി വഴി ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. 15 കിലോമീറ്റർ ലാഭമുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അത് കാണാമല്ലോ, ഇത് ഞങ്ങൾ എവിടെയൊക്കെയോ കറങ്ങി തിരിച്ചു വന്നതാണ്. 6:30 വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മൂന്നാറത്തെ ബ്ലോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അതെ, ഇതാണ് റൈറ്റ്. വീണ്ടും നമ്മൾ റോഡ് കണ്ടു, ഇവിടുന്ന് റൈറ്റ് എടുക്കേണ്ടതായിരുന്നു. ഞങ്ങൾ കുറേ ദൂരം നേരെ പോയി. പിന്നെ റോഡിൻ്റെ സിറ്റുവേഷൻ കണ്ടല്ലോ അല്ലേ, എല്ലാം നല്ല അടിപൊളി റോഡാണ്. ബട്ട് ഇറ്റ് ഇസ് ഫൺ, ഇറ്റ് ഇസ് ഫൺ. ഹായ് ഹായ് ഹായ്. ഷിനു എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെ എത്തിച്ച ഒരു സ്ഥലത്തിൻ്റെ ദൃശ്യവൽക്കരണം. ഇതാണ് ശരി. അപ്പോൾ ഇത് മിസ്റ്റർ രമേശിന്റെ 2 വാക്ക് പറഞ്ഞു. ഈ വഴിയിലും നമ്മൾ എത്തിയിരിക്കുന്ന അവസ്ഥയും എന്ന് പറഞ്ഞു. അത് സത്യസന്ധമായിട്ട് പറഞ്ഞാല് മൂന്നാർക്ക് എളുപ്പവഴി എന്ന് പറഞ്ഞ് എത്തിച്ച് ഈ സ്ഥലം ഒരു വല്ലാത്തൊരവസ്ഥയാണ്. നിറച്ച് കാടിൻ്റെ ഉള്ളിലൊരു അവസ്ഥ. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് അറിയാത്തൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇതിൽ പെട്ടിരിക്കുകയാണ്. പോയിക്കോട്ടെ പലവട്ടം ചോദിച്ചു ഈ റൂട്ട് കറക്റ്റ് ആണോ. പോയിക്കോട്ടെ കാര്യമുണ്ട്. അതായത് മൂന്നാറ് ഭയങ്കര ബ്ലോക്കാന്ന് പറഞ്ഞ് വെളുപ്പിന് 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങളാണ് ഇപ്പൊ ഏകദേശം 10:20 പക്ഷെ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് സ്ഥലം കൊള്ളാം. എത്താറായി. അല്ല, കാര്യമായിട്ട് പറഞ്ഞാല് ഒരു റിയാലിറ്റി പറഞ്ഞു. റിയലി സ്പീക്കിംഗ് നല്ല സ്ഥലമാണ്. ഇടയ്ക്ക് മൂന്നാർക്ക് പോകുമ്പോൾ ഒന്ന് ടൈം ഉണ്ടെങ്കിൽ തിരിയേണ്ട ഒരു സ്ഥലമാണ്. കുറച്ച് ടൈം മാത്രം പോരാ. നമ്മൾ പറഞ്ഞ പോലെ സംഭവിച്ചു. മൂന്നാറിലെ ബ്ലോക്ക് നമുക്ക് കിട്ടി. പക്ഷേ ഇതൊരു ശരിയായ ഒരു രീതിയല്ല. കാരണം ഈ സീസൺ സമയത്തല്ല അവിടെ റോഡ് പണിയേണ്ടത്. ഈ ബ്ലോക്ക് മുഴുവൻ സംഭവിക്കുന്ന അവിടുത്തെ റോഡ് പണി കാരണമാണ്. ആ വിഷയം നമുക്ക് വിട്ടേക്കാം. ലെറ്റ് ഗുഡ് തിങ്സ് ഹാപ്പൻ. നമ്മൾ റിസോർട്ടിലേക്കുള്ള വഴിയാണ്. അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു റൈറ്റ് സൈഡിലൊരു അരുവിയുണ്ട്. ഇറ്റ് ഇസ് ഫൺ. ഒരു മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചയാണത്. വെള്ളത്തിറങ്ങിയില്ല. ഇന്നത്തെ കാലത്തെ റിസ്ക് ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിയില്ല. പക്ഷെ ഇറങ്ങാമായിരുന്നു. അത്ര ഡീപ്പല്ല. നമ്മൾ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്തു. ുള്ള കമേലിയ ആൻഡ് എലറ്റേറിയ എന്ന റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. റിസോർട്ട് എത്തുന്നതിന് മുമ്പുള്ളൊരു തൊട്ട് മുമ്പാണ് ഈ അരുവി. അങ്ങോട്ടുള്ള കയറ്റം അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒൺലി ഓൺ ഫസ്റ്റ് ഗിയർ എന്നുള്ളത്. ഫസ്റ്റ് ഗിയർ തന്നെ കാരണം വണ്ടി. യെസ്, റിസപ്ഷൻ എത്തിയിരിക്കുന്നു. ഓൾ ആർ സെറ്റ് ഫോർ ദ ബ്ലാസ്റ്റ്. ഗുഡ് സർവീസ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങളാണ് നമ്മളെ വരവേറ്റിയത്. ദിസ് ഇസ് കമേലിയ ആൻഡ് എലറ്റേറിയ. മൂന്നാറിൻ്റെ ആ സൗന്ദര്യം മുഴുവനും നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. അടിപൊളി. റൂംസ് ആർ വണ്ടർഫുൾ. ഇതൊരു ലിവിങ് ഏരിയ ആണ്. എനിക്ക് അവിടുത്തെ ആ സെറ്റ് ഇഷ്ടപ്പെട്ടു. അടിപൊളി. വെൽ മെയിൻറ്റെയിൻഡ്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ബെഡ്റൂം, യെസ്, ഇറ്റ്സ് വിജയ് ചന്ദ്രബോസ് അഗൈൻ.
റൂമെല്ലാം നല്ല നീറ്റാണ്. യെസ്, ദാറ്റ്സ് ദ ബ്യൂട്ടി അഗെയിൻ. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ബാൽക്കണി വ്യൂ ആണ്. ഇവിടെ എത്ര സമയം വേണമെങ്കിലും നമുക്കിരുന്ന് എന്താ പറയുക, പ്രകൃതിയെ ആസ്വദിക്കാം. വാവ്. നമുക്കൊന്ന് താഴത്തേക്ക് ഇറങ്ങാം. ഇതൊരു കുന്നിൻ ചെരുവിലാണ്. യെസ്, അവർ ഫ്രീക്കി മോൺസ്റ്റർ അഗെയിൻ. നേച്ചർ പ്രകൃതിയിൽ മുങ്ങിയാണ് ആ റിസോർട്ട് നിൽക്കുന്നത്. താഴത്തേക്ക് നടക്കണം. ഒരു വെൽ മെയിൻറ്റെയിൻഡ്. കണ്ണിന് കിട്ടുന്ന കുളിർമ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയുണ്ട്. തേയിലത്തോട്ടമാണ് ചുറ്റും. ഇതിനിടക്ക് ഒരു കുറച്ച് ഹട്ട് പണിത് വെച്ചിട്ടുണ്ട്. യു ക്യാൻ ഗോ സിറ്റ് ദേർ. ദിസ് ഇസ് വൺ സച്ച്. ഇങ്ങനത്തെ ഒരു കുറച്ചധികം ഹട്ട്സ് ഉണ്ട്. പ്രകൃതി. നമുക്ക് താഴത്തേക്ക് വീണ്ടും ഇറങ്ങാം. റൈറ്റ് സൈഡിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്തൊരു സ്പാ. ഇപ്പോൾ കാണുന്നത് വീണ്ടും റിസപ്ഷനാണ്. നമ്മൾ ആദ്യം വന്ന സ്ഥലം. ഇവിടുന്ന് റൈറ്റിലേക്കാണ് അവർക്ക് വുഡ് കോട്ടേജസ് ഒക്കെ ഉള്ളത്. ഏറ്റവും മുകളിൽ ആണ് സ്യൂട്ട് റൂംസൊക്കെ. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ കേട്ടോ. അത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ നീറ്റാണ്. ഹൈജീൻ, എസ്പെഷ്യലി ഇന്നത്തെ ഈ കോവിഡ് സിറ്റുവേഷനിൽ ദേ ഹാവ് ഡൺ ഇറ്റ് വെൽ. ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പ്രോപ്പർട്ടി. വുഡ് ഹൗസ് ഇസ് ഗുഡ് കേട്ടോ. ഒരു ഡിഫറെൻറ്റ് മൂഡാണ്. വെൽ മെയിൻറ്റെയിൻഡ്. ഇതിനപ്പുറത്തും കോട്ടേജസ് ഉണ്ട്. Night is young because it's 31st of 2020. ലൈറ്റിൽ കുളിച്ചു നിൽക്കുന്ന റിസോർട്ട്. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. Wind. It's celebration time. There is a campfire. നമ്മൾ കൊണ്ടുപോയ കുറച്ച് ഫയർ വർക്ക്സ്. That was fun. അങ്ങനെ ന്യൂ ഇയർ അടിച്ചു പൊളിച്ച് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ് കോൾഡ് കെമേലിയ ആൻഡ് എലറ്റേറിയ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ 2021 ആഘോഷിച്ചത് അല്ലെങ്കിൽ വരവേറ്റത് കെമേലിയ ആൻഡ് എലറ്റേറിയ എന്ന റിസോർട്ടിലാണ്. അടിപൊളി സ്ഥലമാണ്. നല്ല കിടില ആംബിയൻസ്, പ്രകൃതിയിൽ മുങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. നല്ല റൂം, നല്ല സർവീസ് ആയിരുന്നു. ഒരിക്കൽ എന്തായാലും വരേണ്ടതാണ്. യു ക്യാൻ എൻജോയ് ദിസ് പ്ലേസ്. അപ്പോൾ വൺസ് മോർ ഹാപ്പി 2021. എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. തിരിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ ഫ്രീക്കി മോൺസ്റ്ററിന് ഒരു കുഞ്ഞു പണി കിട്ടി. ഒരു പങ്ക്ചർ. ലക്കിലി തൊട്ടടുത്ത് ബൈസൺ വാലിയിൽ തന്നെ ഒരു ടയർ ഷോപ്പ് ഉണ്ടായിരുന്നു. മിസ്റ്റർ രമേശ് ഭായ് ആൻഡ് ഷിനു ഇൻ ഡിസ്കഷൻ. ബുദ്ധിപരമായ ചർച്ചകളിലാണ് അവർ. തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡ് വഴി വരാൻ 1-2 ഫ്രണ്ട്സ് പറഞ്ഞു. അപ്പോൾ ആ വഴിയാണ് വന്നത്. ബ്യൂട്ടിഫുൾ റോഡ് ഇത്തിരി മോശമാണെങ്കിലും കാണാൻ കുറേയധികം നേച്ചറുണ്ട്. ഫ്രീക്കി മോൺസ്റ്റേഴ്സ് എൻജോയിങ് ദ റൈഡ്. ഗ്യാപ്പ് റോഡിൽ എല്ലായിടത്തും ഇതുപോലത്തെ നല്ല കാഴ്ചകളാണ്. ഞങ്ങൾ കുറച്ച് നേരം നല്ലൊരു സ്ഥലത്ത് വണ്ടി നിർത്തി ഈ പ്രകൃതിനെ ശരിക്കങ്ങ് ആസ്വദിച്ചു. ഇറ്റ് ഈസ് വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ.
വാക്കുകളില്ല ഈ ഒരു സൗന്ദര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ട്രിപ്പ്. വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ 2021. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ.